Hello all, welcome back to the channel NEET Physics. ഞാൻ ഗോപുചന്ദ്രൻ. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സോ ഇതിനു മുൻപുള്ള പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ച ശേഷം പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂടി ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. So, here question noka. ABC is an equilateral triangle with O on center. F1, F2, F3 നിങ്ങൾക്ക് മൂന്ന് ഫോഴ്സ് കാണാം. ഓരോ സൈഡിലും ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഫോഴ്സ്. അതിൽ നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അബൌട്ട് പോയിന്റ് അബൌട്ട് ദി സെന്റർ ടോർക്ക് 0 ആണെങ്കിൽ F3 ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യാം? സോ ഇവിടെ ക്ലിയർലി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. നമുക്കറിയാം ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഫോഴ്സ് F1 അല്ലേ? F1 ഇങ്ങോട്ടേക്കാണ് ഇൻറ്റു എന്തെടുക്കാം? അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ R എടുക്കാം. അല്ല രണ്ടാമത്തെ ഫോഴ്സ് F2 ഇൻറ്റു R എടുക്കാം. പ്ലസ് മൂന്നാമത്തെ ഫോഴ്സ് നോക്കി, കാരണം F1 F2 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. പക്ഷെ F3 എന്നുള്ളത് ടെൻഡൻസി എന്താ? ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ളതാ അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് അവിടെ 0 ആവുന്നത്. അപ്പോൾ നമ്മൾ പ്ലസിന് പകരം എന്തെടുക്കണം? minus F3 into R എന്തായിരിക്കണം? 0 വരും. So you will get F1R plus F2R equal to F3R എന്ന് വരും. കംപ്ലീറ്റ് R ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും? F3 equal to you will get F1 plus F2. F3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? F1 plus F2 ന് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ A കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Couple. Effect of couple in the what is couple? Effect of couple is to produce rotation ആണ്, pure rotation. What is couple means? ഒരു equal and opposite force separated by a distance. അതിനെ വിളിക്കുന്നവരാണ് couple. Equal and opposite force separated by a distance വിളിക്കുന്നവരാണ് couple അല്ലേ? അപ്പൊ കപ്പിളിന്റെ പ്രത്യേകത എന്താ? ഇത് താഴത്തോട്ടേക്കും ഇത് മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് ചെയ്യും, ഇത് ബോഡി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ബോഡി വിൽ റൊട്ടേറ്റ്. അവിടെ ടോർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പൊ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുവേ. അവിടുത്തെ ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡി ചെയ്താൽ മതി. ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എഫക്ട് ഓഫ് കപ്പിൾ ഈസ് ടു പ്രൊഡ്യൂസ് പ്യൂർ റൊട്ടേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ഇതൊരു നല്ലൊരു ചോദ്യമാണ്. നീറ്റ് 2016 ചോദിച്ച ചോദ്യം. സോളിഡ് സ്ഫിയറിന്റെ മാസ് എം, റേഡിയസ് ആർ തന്നിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. അതിൽ സോളിഡ് സിലിണ്ടറിന്റെയും സെയിം മാസ് ആണ്, സെയിം റേഡിയസ് ആണ്. അത് പക്ഷെ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ജോമെട്രിക്കൽ ആക്സിസ്. ഈ സോളിഡ് സിലിണ്ടർ എന്ന് വെച്ചാൽ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ഡിസ്ക്. സോളിഡ് സിലിണ്ടർ എന്ന് വെച്ചാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിസ്ക് പോലെയാണ്, ഹോളോ സിലിണ്ടർ റിംഗ് പോലെയാണ്. ഓക്കെ, സോ പിന്നെന്താ പറയുന്നത്? ഈ ഒരു ഡിസ്കിന്റെ സ്പീഡ് എന്ന് വെച്ചാൽ സ്ഫിയറിന്റെ സ്പീഡിനേക്കാളും ഡബിൾ ആണ് ആംഗുലർ സ്പീഡ്. സോ എനർജി ഓഫ് സോളിഡ് സ്ഫിയർ ടു സിലിണ്ടർ. നമ്മൾ ആദ്യം സ്ഫിയർ കൺസിഡർ ചെയ്യണം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ നമുക്കറിയാം അബൌട്ട് ഡയമീറ്റർ ഒക്കെ ആണെങ്കിൽ 2/5 mr² ആണ്. അതുപോലെ അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് I ω² ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു 2/5 ഇൻറ്റു mr². യു വിൽ ഗെറ്റ് 1/5 mr². ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ നമ്മള് സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ വെച്ച് എന്തുപോലെയാണെന്നാണ് ഞാൻ പറഞ്ഞ്? ഡിസ്ക് പോലെയാണെന്നാ പറഞ്ഞല്ലേ? ഡിസ്ക്, ജസ്റ്റ് ലൈക്ക് ഡിസ്ക്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? അബൌട്ട് ആക്സിസ് mr²/2 ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? mr²/2 ആണ്. അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഡിസ്കിന്റെ ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഡബിൾ ആണല്ലേ? സ്പീഡ് ഡബിൾ ആയി എന്നാ പറയുന്നത്. പ്രൈസ് ദി സ്പീഡ്. അപ്പൊ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു mr² by 2 into
4 omega square എന്ന് കിട്ടും. 2 into 2 4 ക്യാൻസൽ ആവും. അപ്പൊ mr square omega square എന്ന് കിട്ടും. mr square omega square. ഇവിടെ ഒരു omega square ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് mr square omega square equal to 5 into ഈ സ്ഫിയർ എന്ന് എഴുതിക്കൂടെ അല്ലേ. mr square omega square ഇതിന് നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. mr square omega square 5 into ഈ സ്ഫിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്ക് ഈക്വൽ ടു 5 into ഈ സ്ഫിയർ എന്ന് കിട്ടും. ചോദ്യം ഈ സ്ഫിയറും ഈ ഡിസ്കും തമ്മിലുള്ള റേഷ്യോ ആണ്. യു വിൽ ഗെറ്റ് 1/5. 1/5 is ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നോക്കാം. A light rod of length L has two masses m1 and m2 attached to its two ends. Moment of inertia of the system about an axis perpendicular to rod passing through center. അതായത് നമ്മുടെ കയ്യിൽ ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ സെന്റർ ഓഫ് മാസ് റോഡാണ് ആക്സിസ്. ഇവിടെ മാസ് m1 ഉണ്ട്, ഇവിടെ മാസ് m2 ഉണ്ട്. ഓക്കെ, സെന്റർ അല്ല കേട്ടോ, സെന്റർ ഓഫ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് സെന്റർ. ഈ ലെങ്ത് നമുക്ക് L1 എന്ന് കൊടുക്കുക, ഈ ലെങ്ത് L2 എന്ന് കൊടുക്കുക. സോ ദാറ്റ് ടോട്ടൽ ലെങ്ത് L1 plus L2 ആയിരിക്കും. ടോട്ടൽ ലെങ്ത് L. അവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എയും ഇതിന് ബി എന്നും കൊടുക്കണമെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? IA plus IB ആയിരിക്കും. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ IA plus IB. സോ ദാറ്റ് ഈസ് m1 into L1 square plus m2 into L2 square എന്ന് എഴുതാം. നമുക്ക് L1 L2 അറിയില്ലല്ലോ അല്ലേ. ഇത് സെന്റർ ഓഫ് മാസ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഫ്രം m1 കിട്ടുമെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, m1 യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഒറിജിൻ. സെന്റർ ഓഫ് മാസ് ഫ്രം m1 കിട്ടുമെങ്കിൽ m1 എന്തായിട്ട് എടുക്കുക? ഒറിജിൻ ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? m2 into L by m1 plus m2 എന്ന് കിട്ടും, സെന്റർ ഓഫ് മാസ്. സിമിലർലി യു വിൽ ഗെറ്റ് L2 equal to m1 into L by m1 plus m2 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെങ്ങനെയാ കിട്ടി? സെന്റർ ഓഫ് മാസിന്റെ ഫോർമുല വെച്ചാൽ കണ്ടുപിടിച്ചത്. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് കിട്ടും? m1 into m2 square L square by m1 plus m2 whole square plus m1 into m2 into m1 square L square by m1 plus m2 whole square. So ഇതിൽ നിങ്ങൾ L square by m1 plus m2 whole square കോമൺ ആയി പുറത്തെടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? m1 into m2 square plus m2 into m1 square. അപ്പൊ അവിടുന്ന് നിങ്ങൾ m1 into m2 കോമൺ ആയി പുറത്തെടുത്താലോ, ഇവിടുന്ന് m1 into m2 കോമൺ ആയി പുറത്തെടുത്ത് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു m1 plus m2 വരും ബ്രാക്കറ്റിൽ. ഒരു m1 plus m2 ഇവിടെ ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് m1 into m2 into L square by എന്ത് കിട്ടും? m1 plus m2 എന്ന് കിട്ടും. ആൻസർ m1 m2 by m1 plus m2 into L square ഓപ്ഷൻ എ എന്ന് കിട്ടും. This will be the total moment of inertia. 2016 നല്ലൊരു ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. From a circular disk of radius r and mass 9m. അപ്പൊ നമ്മുടെ കയ്യിലൊരു സർക്കുലർ ഡിസ്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ റേഡിയസ് r ആണ്, മാസ് 9m ആണ്. അവിടുന്ന് നിങ്ങൾ ചെറിയൊരു ഡിസ്ക് കാർവ് ചെയ്തെടുത്തു, ഒരു ചെറിയൊരു ഡിസ്ക് ഇവിടുന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് ചോദ്യം. റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഇതിന്റെ മാസ് റേഡിയസ് r/3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിഷ്യലി വലുതിന്റെ വലുതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ക് അല്ലേ, mr²/2 ആണ്. പക്ഷെ m അല്ല, ഇവിടെ m അല്ല, മാസ് 9m ആണ് തന്നിരിക്കുന്നത്, ഇൻറ്റു r²/2. ഇനി കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? അതിന്റെ മാസ് m ആണ് അല്ലേ,
radius r by 3 whole square by 2. You will get 1 by 9 mr square by 2. അങ്ങനെ കിട്ടുന്നത് 1 by 9 r by 3 whole square വെച്ചാൽ r square by 9 ആണ് കിട്ടുന്നത്. So 1 by 9 mr square by 2. So resultant moment of inertia ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ moment of inertia കിട്ടണമെങ്കിൽ ടോട്ടലിൽ നിന്ന് I2 സബ്ട്രാക്ട് ചെയ്താൽ മതി. That is 9 by 2 mr square by 2 minus 1 by 9 mr square by 2 ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾ mr square by 2 കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ 9 minus 1 by 9 ചെയ്താൽ മതി. You will get mr square by 2 into 80 by 9 എന്ന് കിട്ടും. അല്ലെ, ഇത് 80 by 9 എന്ന് കിട്ടും. That is equal to 40 by 9 mr square എന്ന് കിട്ടും. 40 by 9 mr square is option A. 40 by 9 mr square option A ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണോ? The ratio of radii of gyration of circular discum അതേപോലെ circular ringും രണ്ടിന്റെ മാസും സെയിം ആണ്, റേഡിയസും സെയിം ആണ്. അപ്പൊ റിങ്ങിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷനും അതേപോലെ സർക്കുലർ ഡിസ്കിന്റെ. അപ്പൊ നമുക്ക് ആദ്യം ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ എന്താ, mr സ്ക്വയർ ആണ് ബൈ 2. അതാണ് ഡിസ്കിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ kd ആണെങ്കിൽ, ഡിസ്കിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ kd ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ m ക്യാൻസൽ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, kd സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ബൈ 2 ഓർ kd എന്ന് പറയുന്നത് എന്തായിരിക്കും, r ബൈ റൂട്ട് 2 ആയിരിക്കും ഇക്വേഷൻ 1. അതിൽ റിങ്ങിന്റെ കേസിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ എടുക്കാം. അത് m ഇൻറ്റു കെ ആർ സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് m ക്യാൻസൽ ആകുമ്പോൾ കെ ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും, ഓർ കെ ആർ ഈക്വൽ ടു ആർ എന്ന് കിട്ടും ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെ ഡിസ്ക് ബൈ കെ റിംഗ് ഈക്വൽ ടു r by root 2 divided by r, you will get 1 by root 2. 1 is to root 2, option D ആണ് ഉത്തരം. 1 is to root 2, option D. പലരും ഓപ്ഷൻ എ എന്നൊക്കെ കണ്ടത് എഴുതാൻ നോക്കും, അത് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് 1 is to root 2 ഉണ്ടെങ്കിൽ. ശരി, അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും 1 is to root 2 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, two bodies have their moment of inertia I and 2y. Okay. Kinetic energy equal ആണെങ്കിൽ angular velocity ന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. So kinetic energy of rotation equation നമുക്കറിയാം half I omega square ആണ്. അപ്പോൾ kinetic energy സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താ, I into omega square കോൺസ്റ്റന്റ് ആയിരിക്കും. So I1 into omega 1 square എന്തിന് ഈക്വൽ ആയിരിക്കും, I2 into omega 2 square ഈക്വൽ ആയിരിക്കും. Or omega 1 by omega 2 whole square equal to, you can write as I2 by I1. That is 2y by I എന്ന് എഴുതാം. 2y സബ്തിരിച്ചില്ലേ, I2 equal to 2y, I1 equal to y. You will get 2. Or omega 1 by omega 2 എന്ത് കിട്ടും, root 2 എന്ന് കിട്ടും. root 2 ഓപ്ഷൻ സി. ശരിയല്ലേ എഴുതിയിരിക്കുന്നത്, I2 by I1, I2 ന് 2y കൊടുക്കുക, I കൊടുക്കുക 2 കിട്ടും. omega 1 by omega 2 എന്ത് കിട്ടും, root 2 is to 1 എന്ന് കിട്ടും, ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യം, യു ക്യാൻ സീ 3 പാർട്ടിക്കിൾസ് എ ബി സി എന്ന് പറയുന്ന 3 പാർട്ടിക്കിൾസ് കാണാം. എല്ലാത്തിന്റെയും മാസ് അവർ സെയിം ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സിസ്റ്റം. ഇത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. So moment of inertia of the system about this AX, about AX. Okay, ഈ ഒരു AX നെ about ഈ ഒരു മൊത്തം സിസ്റ്റത്തിന്റെ moment of inertia. നമുക്ക് ഇതിന് 1 എന്ന് കൊടുക്കാം, ഇതിന് 2 എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് 3 എന്ന് കൊടുക്കാം. അതില് m1 equal to m2 equal to m3, എല്ലാം എന്തിന് ഈക്വൽ ആണ്, m ന് ഈക്വൽ ആണ് അല്ലേ. സോ m1 ഇവിടെ മാസ്, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാം. m1 ഈസ് ലൊക്കേറ്റിംഗ് അറ്റ് ഒറിജിൻ ആണ്. m2 ന്റെ ഡിസ്റ്റൻസ്, m2 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാ, L ആണ്. അതുപോലെ m3 എന്ന് വെച്ചാൽ അറ്റ് എ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അതിന്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കില്ല, പകുതി ആയിരിക്കില്ലേ, L/2. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ I1 പ്ലസ് I2 പ്ലസ്
i3 ചെയ്താൽ മതി. m1 x1 സ്ക്വയർ പ്ലസ് m2 x2 സ്ക്വയർ പ്ലസ് m3 x3 സ്ക്വയർ ചെയ്താൽ മതി. സോ m ഇൻറ്റു x1 0 ആണ്, m2 ഇൻറ്റു x2 എന്ത് കൊടുക്കുക l സ്ക്വയർ, m3 ഇൻറ്റു l/2 ഹോൾ സ്ക്വയർ വരും. സോ m ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് m ഇൻറ്റു എൽ സ്ക്വയർ ബൈ 4 എന്ന് വരും. 5ml സ്ക്വയർ ബൈ 4 എന്ന് വരും. 5ml സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ പാർട്ടിലെ കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത പാർട്ട് നെക്സ്റ്റ് ഡേ കാണാം. അതുവരെ ബൈ, സി യു. Thank you all.